ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരെ ബഹിഷ്കരിക്കാനുള്ള പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റിയുടെ നീക്കത്തെ അഭിനന്ദിച്ച് കെ.ടി. ജലീൽ എം.എൽ.എ. എത്തിയത് ശ്രദ്ധേയമാവുകയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നീക്കവുമായി രംഗത്തു വന്ന പുതുപ്പാടിയിലെ മുസ്ലിം മഹല്ല് കമ്മിറ്റികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കെ.ടി. ജലീൽ എം.എൽ.എയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നല്ല തീരുമാനം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നീക്കവുമായി രംഗത്തു വന്ന പുതുപ്പാടിയിലെ മുസ്ലിം മഹല്ല് കമ്മിറ്റികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മറ്റ് മതസമുദായങ്ങൾക്ക് ഇത്തരമൊരു തീരുമാനവുമായി രംഗത്തു വരുന്നതിന് മുൻപ് പുതുപ്പാടിയിലെ മഹല്ല് ജമാഅത്തുകൾ ഇത്തരമൊരു പരസ്യ പ്രഖ്യാപനത്തിന് മുതിരുന്നത് ഒരു തരം കുറ്റസമ്മതവും ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കലുമല്ലേ എന്ന് മീഡിയ വണ്ണിലെ അടച്ചുകൂട്ടി ചർച്ചാ വിദഗ്ധർ നാളെ ഓരിയിട്ടേക്കാം. പുതുപ്പാടിയിലെ മഹല്ല് ജമാഅത്തുകൾ സംഘികൾക്കും കാസുകാർക്കും വടികൊടുത്തു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സമുദായ സ്നേഹികളും രംഗത്തു വന്നേക്കാം. RSS മുഖപത്രമായ ഓർഗനൈസർ ഇത് വാർത്തയാക്കുമെന്ന് പേടിപ്പെടുത്തി വാളെടുക്കുന്നവരും തടകുടഞ്ഞ് എഴുന്നേറ്റേക്കാം. അത്തരം ജൽപ്പന്നങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ സധൈര്യം സ്വയം വിമർശനത്തോടെ സ്വന്തത്തിലേക്ക് നോക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകും. അവിടെയാണ് പുതുപ്പാടി പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികളുടെ തീരുമാനം പ്രസക്തമാകുന്നത്. മതപഠനം കാലാനുസൃതമായി പരിഷ്കരിക്കണം. കരുണ, ദയ, സഹിഷ്ണുത, പരമത ബഹുമാനം, ജനാധിപത്യ മനോഭാവം, വികാരത്തെക്കാൾ വിചാരത്തിന് പ്രാമുഖ്യം നൽകേണ്ടതിന്റെ ആവശ്യകത, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും പാലിക്കേണ്ട മര്യാദകൾ, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നതും പറ്റിച്ച് സ്വന്തമാക്കുന്നതും കള്ളക്കടത്ത് നടത്തുന്നതും സാമ്പത്തിക സത്യസന്ധത പുലർത്താത്തതും മതവിരുദ്ധമാണെന്ന ശക്തമായ ബോധം, മദ്യവും മയക്കുമരുന്നും പുകയിലയും പാൻ മസാലയും ഉപയോഗിക്കുന്നത്, അതും ഉപയോഗിക്കുന്നവരെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുമെന്ന പാഠം തുടങ്ങി പുതിയ കാലത്തിന്റെ സാഹചര്യമനുസരിച്ചുള്ള വിഷയങ്ങൾ മദ്രസ സിലബസിന്റെ ഭാഗമാക്കണം. യുക്തിസഹമായി മതത്തെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായാലേ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂ. സ്വയം വിമർശനം നടത്താൻ തയ്യാറാകാത്ത ജനവിഭാഗങ്ങൾ തകർന്നടിയും. അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹം അധപതിക്കുന്നത് നമുക്കെങ്ങനെ സഹിക്കാനാകും? മതപഠനം ലഭിക്കുന്നവരാകണം തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും കുറവ്. പക്ഷേ വർത്തമാന അനുഭവം അതാണോ? ഒരു ധാർമ്മിക വിദ്യാഭ്യാസവും കിട്ടാത്തവരുടെ സൂക്ഷ്മത പോലും മതം പഠിപ്പിക്കുന്നവരിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ലിബറലിസവും ഭൗതിക ദർശനങ്ങളും ജീവിതത്തിൽ വരിച്ച നിരവധി ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരുടെ സാംസ്കാരിക ദൗത്യവും അവരുടെ മക്കൾ പുലർത്തുന്ന സദാചാര ബോധവും മതവിശ്വാസികൾ എന്ന് ഘോഷിക്കുന്ന പലരിലും കാണാൻ കഴിയാറുണ്ടോ? അനധികൃതമായി പണം സമ്പാദിക്കാനുള്ള മറയായി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ സമൂഹത്തിന് കഴിയണം. അന്യായമായി സ്വത്ത് സമ്പാദിച്ച് സമ്പന്നരായവരെ പള്ളി കമ്മിറ്റികളുടെയും ഇടവകകളുടെയും ക്ഷേത്രങ്ങളുടെയും ധാരാവാഹിത്വത്തിൽ ഒരിക്കലും കൊണ്ടുവരാതെ ബന്ധപ്പെട്ടവർ നോക്കണം. അത്തരക്കാർ മതസ്ഥാനങ്ങളുടെ തൽപ്പത്തു വന്നാൽ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി ആളാവുക എന്ന തെറ്റായ സന്ദേശമാകും അത് ജനങ്ങൾക്ക് നൽകുക. അതുവഴി ലഹരി വിൽപ്പനയും നിയമവിരുദ്ധ മാർഗങ്ങളും ധനാഢ്യരാകാൻ ചെറുപ്പക്കാർക്ക് പ്രചോദനമായാൽ പൂർണ്ണമായും അവരെ പഴിക്കാനാകുമോ? നമ്മുടെ മക്കളെ രാസലഹരിയുടെയും കഞ്ചാവിന്റെയും ശപിക്കപ്പെട്ട ലോകത്ത് നിന്നും രക്ഷിക്കണം. പുതുപ്പാടി മേഖലയിലെ മഹല്ലുകളുടെ ധീരമായ തീരുമാനം കാലാന്തരത്തിൽ സഹോദര മതസ്ഥരും ഏറ്റെടുക്കും. തീർച്ച. രാസലഹരിയും കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ഉപയോഗിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നാടും സമൂഹവും സമുദായങ്ങളും ഒറ്റപ്പെടുത്തണം. ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ നിയമാനുസൃതം ലഭ്യമാക്കിയ ശേഷം അവരെ തെറ്റ് തിരുത്തി അയച്ച് ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാമൂഹ്യ കൂട്ടായ്മകൾ പരമാവധി പരിശ്രമിക്കണം. നന്നാവുന്നില്ലെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കണം. സമുദായവും സമുദായത്തിന്റെ സംവിധാനങ്ങളും നാടും സമൂഹവും അവരുടെ കൂടെയുണ്ടാവില്ലെന്ന് നിസ്സംശയം അത്തരക്കാരെ ബോധ്യപ്പെടുത്തണം. മദ്രസാ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കുടുംബാന്തരീക്ഷവും ഭേദപ്പെടുത്തണം.
ഒരു വ്യക്തിയിൽ സംസ്കാരം രൂപപ്പെടുന്നത് അവരവരുടെ വീട്ടിൽ വെച്ചാണ്. കുട്ടികൾ കേൾക്കെ അശ്ലീല പദങ്ങൾ മാതാപിതാക്കളും ഗുരുനാഥന്മാരും ഉപയോഗിച്ചാൽ അവരും അത് ശീലിക്കും. പുകവലിക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും മതപുരോഹിതന്മാരും പുകയില ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എങ്ങനെയാണ് കുട്ടികളെ ഉപദേശിക്കുക? കൂട്ടുകാരുമായി ജ്യേഷ്ഠനുജന്മാരുമായും പരസ്പരം വഴക്കിടുമ്പോൾ അസഭ്യ വാക്കുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് കേൾക്കാറില്ലേ? വീട്ടിൽ രക്ഷിതാക്കളോ പാഠശാലകളിൽ ഗുരുനാഥന്മാരോ അശ്ലീല വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതെ നോക്കണം. ഓരോ കുട്ടിയുടെയും മാതൃകാ പുരുഷൻ അവരുടെ പിതാവാണ്. മാതൃകാ വനിത അവരുടെ മാതാവാണ്. മൂന്നാമത്തെ അവരുടെ മാതൃക അധ്യാപകരാണ്. മാതൃകയായി കുട്ടികൾ കാണുന്നവർ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ വളരുന്ന തലമുറയും അത് പുലർത്തില്ല. ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ടാക്കിയ പണം മക്കളുടെ വയറ്റിലാക്കാതെ നോക്കണം. വേറൊരുത്തന്റെ കണ്ണുനീരിൽ കുതിർന്ന രൂപ കൊണ്ട് വാങ്ങിച്ച ഭക്ഷണവും വസ്ത്രവും പഠനോപകരണങ്ങളും ആർഭാട വസ്തുക്കളും മക്കൾക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കട്ടും കവർന്നും പറ്റിച്ചും വഞ്ചിച്ചും അഴിമതി നടത്തിയും ഉണ്ടാക്കുന്ന ധനം കുടുംബത്തിനായി ചിലവഴിച്ചാൽ നല്ല ഫലം തിരിച്ചു കിട്ടുമെന്ന് ആരും സ്വപ്നം കാണരുത്. കഞ്ചാവ് കൃഷി ചെയ്താൽ ഭക്ഷ്യ ധാന്യം വിളവെടുക്കാനാവില്ലല്ലോ. രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും മതപുരോഹിതരും ആത്മീയ നേതാക്കളും അത്യാർഭാടം ഉപേക്ഷിക്കുക. അവർ കൊട്ടാര സമാനമായ മണിമന്ദിരങ്ങൾ പണിത് ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താതിരിക്കുക. വിവാഹ മാമാങ്കങ്ങൾ നടത്തി സമൂഹത്തിൽ സ്വയം പരിഹാസ്യരാകാതിരിക്കുക. മതപ്രഭാഷകർ മുൻകൂട്ടി സംഖ്യ നിശ്ചയിച്ച് പടച്ചോനെ പേടിയില്ലാതെ ധർമ്മോപദേശം നടത്തുന്നത് അവസാനിപ്പിക്കുക. പറയാനുള്ള അർഹത പറയുന്നവനുണ്ടോ എന്ന് കേൾക്കുന്നവർ സസൂക്ഷ്മം നിരീക്ഷിക്കും. ആ ഓർമ്മ എല്ലാവർക്കും വേണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ നമ്മൾ നന്നാകുവാനെന്തു നല്ലൊരു ചൂലു മനസ്സിൽ നല്ലു. വ്യക്തികൾക്കും സംഘടനകൾക്കും സമൂഹദായ വിഭാഗങ്ങൾക്കും പാർട്ടികൾക്കും വ്യക്തികൾക്കും മതനേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാം കുഞ്ഞുണ്ണി കവിതയുടെ ഉള്ളടക്കം ബാധകമാണ് എന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ലഹരിക്കെതിരെ ഓരോ നേതാക്കന്മാരും ഇതുപോലെ ശബ്ദിച്ചാൽ അത് നാടിന് തന്നെ പ്രചോദനമാകുമെന്നതിൽ സംശയം വേണ്ട.